ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കൻ ആകാശ മേധാവിത്വത്തിന്റെ 6ാം ഇന്ദ്രിയമായി കരുതിയിരുന്ന MQ-9 റീപ്പർ ഡ്രോണുകൾ ഹൂത്തികൾ തുരുതിരെ വെടിവെച്ചിടുമ്പോൾ $3 കോടി വില വരുന്ന ഈ ഡ്രോണുകൾ മാത്രമല്ല, യമന്റെ മേൽ ആകാശ മേധാവിത്വം നേടാമെന്ന അമേരിക്കൻ സ്വപ്നവുമാണ് തകർന്നു വീഴുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യമനിൽ US സൈന്യത്തിന് നിലത്ത് ഇറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ യമനിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിൽ അമേരിക്കയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മീഡിയകൾ അവരവരുടെ ഇഷ്ടാനുസരണം വാർത്തകൾ കൊടുക്കുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഹൂത്തികളെ തിരയാനും അവരുടെ ഒളിവിടങ്ങൾ കണ്ടെത്താനും ഓവർഹെഡായി MQ-9 ഡ്രോണുകളെയാണ് ഈ US സൈന്യം ആശ്രയിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ ഈ പെട്ടി പൊട്ടിച്ച് പുറത്തേക്ക് എടുത്ത് ആദ്യത്തെ പറക്കലിൽ തന്നെ ഈ ഡ്രോണുകൾ ആക്രമണത്തിൽ തകരുമ്പോൾ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ പൊട്ടിക്കരച്ചിലുകളാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ യുദ്ധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പരിഹാസ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനം US-ന്റെ കാഴ്ചശക്തി യമനിൽ കുറഞ്ഞുവെന്ന് തെളിയിച്ചുകൊണ്ട് സനയിലെ 2 ശ്മശാനങ്ങൾ ലക്ഷ്യമിട്ട് US വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ബോംബാക്രമണം നടത്തിയതാണ്. ഇവർ മറ്റേതോ സ്ഥലമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ശ്മശാനങ്ങളെ അല്ലെങ്കിൽ ഖബറിടങ്ങളെയാണ് ആക്രമിച്ചത്. ഈ സംഭവത്തിന് ശേഷം ഖബറിടങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങളിൽ മാരകമായ പരിക്കുകൾ ഏറ്റുവാങ്ങി ശവക്കുഴികളിൽ അടക്കം ചെയ്ത 3 പേർ വീണ്ടും മരിച്ചതായാണ് ഈ യമന്റെ വെബ്സൈറ്റുകൾ പ്രചരിപ്പിച്ചത്. ഈ പരിഹാസം ലോകം മുഴുവൻ വൈറലായത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. എന്നാൽ അമേരിക്കൻ പ്രാദേശിക മാധ്യമങ്ങൾ ഹൂത്തികളെ അവരുടെ വേരുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ സനയിലെ ശവക്കുഴികളിൽ ബോംബെറിഞ്ഞു എന്ന് എഴുതിയാണ് US കമാൻഡിനെ പരിഹസിച്ചത്. അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടായതുകൊണ്ടാണ് US-ന്റെ തന്നെ പത്രങ്ങൾ ഈ അമേരിക്കൻ സൈന്യത്തെ പരിഹസിക്കാൻ തയ്യാറായത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് 6 ആഴ്ചയോളം യമനിൽ ബോംബാക്രമണം നടത്തിയിട്ടും ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്കും ഇസ്രായേലിന് നേരെയുള്ള ഹൂത്തികളുടെ മിസൈൽ വർഷിക്കാനുള്ള കഴിവിലും അവരുടെ ഉദ്ദേശത്തിലും യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. തന്നെയുമല്ല, യമനിൽ ഇതുവരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ അവർക്ക് പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമേ വരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നും അവർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഭൂപ്രകൃതിയോട് വളരെ സാമ്യമുള്ള യമനിലെ പരുക്കൻ പർവ്വത പ്രദേശങ്ങൾ മുൻ യുദ്ധങ്ങളിൽ സംഭവിച്ചതുപോലെ അമേരിക്കൻ സൈനികർക്കുള്ള ശവക്കുഴിയായി മാറുമെന്ന് ഭയന്ന് അമേരിക്കൻ കരസേനയെ യമനിൽ ഇറക്കാൻ പോലും അവർ ഭയപ്പെടുന്നു എന്നാണ്. പിന്നെങ്ങനെ നാശനഷ്ടങ്ങൾ വരുത്താനും അതിൻ്റെ കണക്കുകൾ എടുക്കാനും കഴിയുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. അമേരിക്കൻ പരാജയത്തിൻ്റെ മറ്റൊരു അധ്യായം കൂടിയാണ് ഇപ്പോൾ യമനിൽ തുറക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നിട്ടും ഒട്ടും പിന്മാറാതെ ഹൂത്തികൾക്ക് ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിക്കാൻ കഴിയാതെ വരുന്നത് വരെ യമനിൽ ഞങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായത്. ഇത് ട്രംപിന്റെ ഒരു പിടിവാശി മാത്രമാണ്. ജയിക്കാൻ കഴിയാത്ത പോരാട്ടത്തിൽ നിന്നും പിന്തിരിയേണ്ട കാലം കഴിഞ്ഞിട്ടും പിന്നെയും യമനിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ട്രംപിന്റെ ബുദ്ധിക്ക് ഒരു പുനർചിന്ത ആവശ്യമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. ചൈനീസ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ചില റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. യമനെ ആക്രമിക്കാനായി ഇൻഡോ പസഫിക് മേഖലയിൽ എത്തിയിട്ടുള്ള കാൾ വിൻസൺ എന്ന കപ്പൽ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ച ആദ്യ ദിവസം തന്നെ ഹൂത്തി സായുധ സേനയുടെ മിസൈൽ ആക്രമണത്തിന് വിധേയമായെന്നും ആക്രമണത്തിന് ശേഷം ഈ കപ്പൽ 800 കിലോമീറ്റർ പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ വെബ്സൈറ്റ് പറയുന്നത്. ആക്രമണം ഈ കപ്പലിന്റെ ഡെക്കിന് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് തങ്ങളുടെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയെന്നുമാണ് ഈ ചൈനീസ് വെബ്സൈറ്റിന്റെ റിപ്പോർട്ടിലുള്ളത്. അമേരിക്കൻ സൈന്യത്തിന്റെ ചിലവേറിയ പ്രതിരോധ നിരയിലേക്ക് തുളച്ചു കയറാൻ ഹൂത്തികൾ ചെലവ് കുറഞ്ഞ തന്ത്രങ്ങൾ ഉപയോഗിച്ചത് അത്ഭുതപ്പെടുത്തുന്നു എന്നും ഈ സർക്കാർ വൃത്തങ്ങൾ പറയുകയാണ്. യമൻ പ്രവർത്തനങ്ങൾ ഒരു അത്ഭുത രഹസ്യാന്വേഷണ യുദ്ധം എന്നും US കപ്പലിന്റെ നീക്കങ്ങളെക്കുറിച്ച് ഹൂത്തികൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ചൈനീസ് റിപ്പോർട്ടിൽ പറയുന്നു. കാൾ വിൻസനെതിരായ ആക്രമണം അമേരിക്കൻ മേധാവിത്വത്തിന്റെ അടിത്തറ തന്നെ ഇളക്കിയിരിക്കുകയാണ്. ഏകധ്രുവ മേധാവിത്വം ചെങ്കടലിൽ താഴുമെന്ന് ഉറപ്പാണ് എന്നും വെബ്സൈറ്റ് പറയുന്നു. അതോടൊപ്പം നിരന്തരമായ ഹൂത്തികളിൽ നിന്നുള്ള ആക്രമണമേറ്റ് തകർന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ
ഹാരി എസ് ട്രൂമാൻ ഉടൻ തന്നെ മിഡിൽ ഈസ്റ്റ് വിട്ട് തിരികെ പോവുകയാണെന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ കപ്പലിന്റെ ദാരുണമായ അവസ്ഥകളെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളും ഇല്ലാതെ ഹൂത്തികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഏൽക്കുകയില്ലാതെ വേറെ വഴിയൊന്നുമില്ലാതെ പാതി മുങ്ങിയ നിലയിലുള്ള ഈ കപ്പൽ അടിയന്തരമായി പിൻവലിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഉടൻ തന്നെ ചിലപ്പോൾ ഈ കപ്പൽ പിൻവലിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രയധികം ദാരുണമായ അവസ്ഥയിലാണ് ഈ കപ്പൽ ഇപ്പോഴും ഉള്ളത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിലവിൽ ഈ കപ്പലിന്റെ ഡെക്കിലുണ്ടായിരുന്ന വിമാനങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ഈ കപ്പലിലുള്ള 6000-ഓളം ജോലിക്കാരോട് വളരെയധികം ജാഗ്രതയോടെ നിൽക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഈ കപ്പലിന്റെ റഡാർ സംവിധാനം മുഴുവൻ ഹൂത്തികൾ തകർത്തതിന് ശേഷം കാൾവിൻസന്റെ സഹായത്തോടെയാണ് ഇതുവരെ ഇത് നിലനിന്നിരുന്നത്. എന്നാൽ കാൾവിൻസനും തകർന്ന് ഏതാണ്ട് 800 കിലോമീറ്റർ പിന്നിലേക്ക് പോയതിലൂടെ ഈ കപ്പലിന്റെ സംരക്ഷണം കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. വലിയ വീരവാദമൊക്കെ അടിച്ച് ഇപ്പോൾ യമനെ മുഴുവൻ ചുട്ടുകളയുമെന്നൊക്കെ പറഞ്ഞ് ഒരു 4-5 മാസം മുമ്പ് അവിടെ എത്തിച്ച കപ്പലാണ് ഈ ഹാരി എസ് ട്രൂമാൻ എന്നുള്ളത്. അത് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലാണ്. എന്നാൽ ഹൂത്തികൾ ഈ കപ്പൽ വന്ന് ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ചയോടുകൂടി തന്നെ ഇതിൻ്റെ റഡാർ സംവിധാനം നിയന്ത്രിച്ചിരുന്ന വിമാനത്തെ എല്ലാം അഴിച്ച് ഇവന്മാർ തൂഫാനാക്കിയതോടുകൂടി ഈ കപ്പലിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം വിട്ടുപോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കപ്പലിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് മുഴുവൻ ലൈറ്റുകളും അണച്ചുകൊണ്ട് ഒളിവിൽ കഴിയുന്ന പോലെയാണ് ഇതിപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ സ്ഥലം അവരിപ്പോൾ പുറത്ത് പറയുന്നില്ല. അതല്ലേ തന്നെ ഒരു യുദ്ധക്കപ്പലിൻ്റെയും കൃത്യമായ സ്ഥലം ആർക്കും പറയാൻ കഴിയില്ല. പിന്നെ ഏതാണ്ട് ഒരു ഊഹം വെച്ചിട്ടാണ്. പക്ഷേ ഹൂത്തികൾ ഇതിനെ ആക്രമിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചൈനീസ് ഉപഗ്രഹത്തിന് സഹായമുണ്ട്. അതുകൊണ്ട് അവർക്ക് വളരെ ഈസിയായി തന്നെ ഈ കപ്പലിനെ ആക്രമിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഈ കാൾവിൻസനെയും ഈ ഹാരി എസ് ട്രൂമാനെയൊക്കെ അവർക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയുന്നത്. ചൈനീസ് സഹായമുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഒരു ചെറിയൊരു മിസൈൽ കൊണ്ട് അടിച്ച് ഇത്രയും വില കൂടിയ കപ്പലൊക്കെ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. നഷ്ടത്തെക്കാൾ ഉപരി ഇത്രയും നാള് കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മുതലാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഒരു യുദ്ധക്കപ്പലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര കൊല്ലം വേണം. ഈ സംവിധാനങ്ങളെല്ലാം കുറഞ്ഞ ദിവസങ്ങൾ കണ്ട് അടിച്ച് തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി പറഞ്ഞാൽ എത്ര നാൾ പഠിക്കും. അമേരിക്കയ്ക്ക് 10-12 കപ്പലുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് ഉണ്ട്, യുദ്ധക്കപ്പലുകൾ കുറേ ഉണ്ട്. കൃത്യമായ എണ്ണം എനിക്കറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. അതിൽ തന്നെ ഏറ്റവും വലിയ കപ്പലൊക്കെയാണ് ഈ നഷ്ടം വന്നിരിക്കുന്നത്. ഇപ്പം മറ്റൊരു കപ്പൽ അയക്കണോ വേണ്ടയോ എന്ന ഒരു ചർച്ചയിലാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഉള്ളത്. ഈ ഹാരി എസ് ട്രൂമാൻ എന്ന കപ്പൽ തിരികെ പോകണമെങ്കിൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഇതിലെ ജോലിക്കാരെ മുഴുവൻ മറ്റൊരിടത്തേക്ക് മാറ്റണം എന്നുള്ളതാണ്. അതിന് മറ്റൊരു കപ്പൽ എത്തേണ്ടതുണ്ട്. അതുവരെ ഈ ക്രൂവിന് സുരക്ഷ ഒരുക്കുക എന്നത് വലിയൊരു ഭാരിച്ച പണി തന്നെയാണ്. എന്നാൽ സെൻട്രൽ കമാൻഡ് മറ്റൊരു കപ്പൽ അയക്കാത്തതും അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നതും ഈ കപ്പലിൻ്റെ തിരിച്ചുപോക്കിനെ അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസം ഹാരി എസ് ട്രൂമാൻ ഈ കടൽ വിടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതല്ലെങ്കിൽ അവിടെ കിടന്ന സാധനം മുങ്ങിപ്പോവും. ആ കപ്പൽ ചെങ്കടലിൽ മുങ്ങുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വൻ നാണക്കേടായിരിക്കും ഉണ്ടാക്കുന്നത്. അത് മറ്റെവിടെയെങ്കിലും പോയി മുങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നിൽക്കാൻ കഴിയും. പക്ഷെ ചെങ്കടലിൽ വന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അത് ഹൂത്തികൾ മുക്കിയെന്ന് തന്നെയായിരിക്കും കാലാകാലം അമേരിക്കയ്ക്ക് ഉണ്ടാവുന്ന നാണക്കേട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരിപ്പോൾ ഈ കപ്പൽ ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ ഇക്കാര്യങ്ങൾ പുറംലോകം അറിഞ്ഞാൽ അത് അമേരിക്കയിൽ വലിയ പ്രതിഷേധമാവും ഉണ്ടാവുക എന്നൊരു ഭയം ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെ യമനെ ഇടയ്ക്കിടെ ആക്രമിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോഴും വലിയ ശക്തമാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യമനെ ആക്രമിക്കുന്നതിൻ്റെ മറവിൽ ഹാരി എസ് ട്രൂമാനെ ഒളിച്ചു കടത്താനുള്ള അമേരിക്കൻ ശ്രമത്തെ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഹൂത്തികളുടെ നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് യമനിലെ ചില പ്രാദേശിക മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത്. നല്ലൊരു ആക്രമണം പോലും അമേരിക്കയ്ക്ക് ശരിയാവണ്ണം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് യമൻ പത്രങ്ങൾ അമേരിക്കയെ പരിഹസിക്കുന്നത്. നിങ്ങൾ ഗസയിലേക്ക് ചെല്ലൂ, ഞങ്ങളുടെ പലസ്തീൻ സഹോദരങ്ങൾ അവിടെയുണ്ട്, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്ന നാണംകെട്ട പണി ചെയ്യൂ, ഞങ്ങൾ ടെല്ലവീവിലേക്കും തീ ബോംബുകൾ അയച്ചുകൊണ്ടിരിക്കാം എന്നാണ് ഈ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും യമനിൽ അമേരിക്ക ഇപ്പോൾ ശരിക്കും കുടുങ്ങി എന്ന് തന്നെ വേണം പറയാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.